ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെബ് ഡയറി. ജാവാസ്ക്രിപ്റ്റ് അടിപൊളിയാണെന്ന സീരീസിൻ്റെ മറ്റൊരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ 8 എപ്പിസോഡിലായിട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ജാവാസ്ക്രിപ്റ്റിൻ്റെ വേരിയബിൾ പഠിച്ചു, ജാവാസ്ക്രിപ്റ്റിൻ്റെ അരേ പഠിച്ചു. ഇപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു വീട് വെച്ചു, അതിൻ്റെ ഹൗസ് വാമിംഗ് ആണ് ഇന്ന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മയെ ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ അമ്മയെ എങ്ങനെയാണ് സഹായിച്ചത്? ആദ്യം അമ്മ പറഞ്ഞു അമ്മയ്ക്കൊരു കുപ്പിയുണ്ട്, അതിലേക്ക് ഒരു ഐറ്റത്തെ മാത്രം ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആരുടെ സഹായം തേടി? വേരിയബിൾസിൻ്റെ സഹായം തേടി, അല്ലേ? പിന്നീട് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് കുറേ കുപ്പിയിൽ കുറേ അധികം കാര്യങ്ങൾ ഇട്ട് വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആരുടെ സഹായം തേടി? ജാവാസ്ക്രിപ്റ്റിൻ്റെ അരയുടെ സഹായം തേടി. എന്നിട്ട് നമ്മൾ ഓരോ കുപ്പി വാങ്ങിച്ചു, ആ കുപ്പിയിലിടാനുള്ള സാധനങ്ങളും വാങ്ങിച്ചു. അപ്പോൾ അമ്മ ഓരോ തവണ കുപ്പി തുറന്ന് ഓരോന്നിടുന്ന സമയത്ത് നമ്മൾ ആരുടെ സഹായം തേടി? ജാവാസ്ക്രിപ്റ്റിലെ അരയുടെ മെത്തേഡായിട്ടുള്ള ഫോറും ഫോർ ഈച്ചും വെച്ചിട്ട് നമ്മൾ ഓരോ കുപ്പിയും ഓപ്പൺ ചെയ്തു. ആ ഓരോ കുപ്പിയിലേക്കും നമ്മൾ ഓരോ ഐറ്റംസ് ഇട്ട് നിറച്ച് വെച്ചു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അറിയാം ഈ ഒരു കുപ്പിയെ നിങ്ങൾക്ക് എങ്ങനെ തുറക്കണം, അല്ലെങ്കിൽ ഈ ഒരു കുപ്പിയെ മാത്രം ഈ അരയിൽ നിന്ന് എങ്ങനെ തുറക്കണം, അതിലേക്ക് എങ്ങനെ ഒരു ഇൻഫർമേഷൻ ആഡ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ അറിയാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻസിനെ പറ്റിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു സെറ്റപ്പൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്തത് കേട്ടോ. ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫങ്ഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എല്ലാവരും ചെയ്യുന്നത് പോലെ നമുക്ക് എന്താണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് ഗൂഗിളിൽ ചെയ്ത് നോക്കാം. അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് നമുക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻസ്? ഇപ്പോൾ ഗൂഗിൾ പറയുന്നത്, എ ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻ ഈസ് എ ബ്ലോക്ക് ഓഫ് കോഡ് ഡിസൈൻ ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. എ ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻ ഈസ് എക്സിക്യൂട്ടഡ് when something invokes it. എന്തെങ്കിലും മനസ്സിലായോ? ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തിയറി പഠിച്ചു, പക്ഷേ നമുക്കിതിനകത്തുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഐഡിയ എന്താണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പം സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും വീഡിയോ കാണുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ പ്രോഗ്രാംസ് എഴുതി തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫങ്ഷൻസിനെ ആയിരിക്കും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ ഹൗസ് വാമിംഗ് ഉള്ള ഒരു വീടിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ആളുകൾ ഇങ്ങനെ വന്നും പോയൊക്കെ നിൽക്കുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഡേ ആയിരിക്കും. കാരണം എന്ത് ചെയ്യണം? അമ്മയ്ക്ക് വരുന്നവർക്കെല്ലാം ചായയെങ്കിലും ഇട്ട് കൊടുക്കണ്ടേ? ഒരു കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ വരുന്നവർക്കെല്ലാം ഒരു ചായയെങ്കിലും ഇട്ട് കൊടുക്കണം, അല്ലേ? അപ്പോൾ അമ്മ ആദ്യം എന്ത് ചെയ്തു? രാവിലെ നമുക്ക് വേണ്ടിയിട്ട് അമ്മ എന്ത് ചെയ്തു? ഒരു ചായ ഉണ്ടാക്കി. അപ്പോൾ ഒരു ചായ ഉണ്ടാക്കാനായിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിവിടെ ചായ ഉണ്ടാക്കാനായിട്ടുള്ള സ്റ്റെപ്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ചായ ഉണ്ടാക്കാൻ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ വെള്ളം തിളപ്പിക്കുക, ബോയിൽഡ് വാട്ടർ, പിന്നെ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക, പിന്നെ അതിനകത്തേക്ക് ടീ പൗഡർ ഇടുക, പിന്നെ ഷുഗർ ഇടുക, പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, പിന്നെ ആ ഒരു ചായ നമ്മൾ കപ്പിലേക്ക് ഒഴിക്കുക, ടീ ഈസ് റെഡി നാവും, അല്ലേ? അങ്ങനെ 7 സ്റ്റെപ്പ് കൂടുമ്പോഴാണ് അമ്മ ഒരു ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചായ നമുക്ക് തന്നു, നമ്മൾ കുടിച്ചു കഴിഞ്ഞു. എന്നിട്ട് അമ്മ കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് വേറെ കുറച്ച് ആളുകൾ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അമ്മ വീണ്ടും കിച്ചണിലേക്ക് പോകണം, വീണ്ടും ഈ ഒരു സ്റ്റെപ്പ് വീണ്ടും ചെയ്യണം. അവർക്ക് വീണ്ടും ചായ ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും പോയിരുന്നപ്പോൾ അതുകൊണ്ട് വീണ്ടും കുറച്ച് ആളുകൾ വരുന്നു. അപ്പോഴും അമ്മ എന്ത് ചെയ്യണം? വീണ്ടും കിച്ചണിൽ പോകണം, വീണ്ടും ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെ നമുക്ക് അമ്മയെ സഹായിക്കാമെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് എന്തിൻ്റെ ആവശ്യം നമുക്ക് വരുന്നത്? ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫങ്ഷൻസിൻ്റെ ആവശ്യം വരുന്നത്. അതായത് ജാവാസ്ക്രിപ്റ്റിൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പം റിപ്പീറ്റായിട്ട് സംഭവിക്കുന്ന ഒരു ബ്ലോക്ക് ഓഫ് കോഡ് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് സ്റ്റെപ്സ്. ഇതിപ്പം റിപ്പീറ്റായിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുമല്ലേ? ഓരോ ആവശ്യം വരുമ്പോഴും അമ്മ ഈ ഓരോ സ്റ്റെപ്പിലൂടെയും കടന്നു പോകണം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പം റിപ്പീറ്റായിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെ സഹായം തേടാം? ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫങ്ഷൻസിൻ്റെ സഹായം തേടാം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ
ഇതിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ തിയറിയിലേക്ക് വരികയാണെങ്കിൽ നമുക്കിപ്പോൾ വായിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. എ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ഈസ് എ ബ്ലോക്ക് ഓഫ് കോഡ് ഡിസൈൻ ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. അപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ സെൻറ്റൻസ് അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു പർട്ടിക്കുലർ ടാസ്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ടാസ്ക് എന്താണ്? ഒരു ചായ ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ചായ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു പർട്ടിക്കുലർ ടാസ്ക് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തുണ്ടാവും? ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ഈസ് എ ബ്ലോക്ക് ഓഫ് കോഡ്. അപ്പോൾ ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറയുന്നത് ഈ സ്റ്റെപ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു സെൻറ്റൻസ് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇനി അമ്മയെ സഹായിക്കാൻ പോവാണ്. നമ്മളിവിടെ അരേ വെച്ച് സഹായിച്ചതും വേരിയബിൾ വെച്ച് സഹായിച്ചതുപോലെയും ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓട്ടോമേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫങ്ഷൻസിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പോവാണ്. കാരണം ഇത് റിപ്പീറ്റായിട്ട് സംഭവിക്കുമല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ എന്ത് പഠിക്കണം? എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫംഗ്ഷൻ ഉണ്ടാക്കുന്നത്, അതിൻ്റെ സിൻറ്റാക്സ് എന്താണെന്ന് പഠിക്കണം. അപ്പോൾ നമുക്കറിയാം വേരിയബിളിന് ഒരു സിൻറ്റാക്സ് ഉണ്ട് അല്ലേ? ഒരു ലെറ്റ് എന്ന് പറയുന്ന കീവേഡ്, വേരിയബിൾ നെയിം, വേരിയബിൾ വാല്യൂ. ഇനി നമ്മൾ അരേ നോക്കുകയാണെങ്കിൽ ലെറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ്, പിന്നെ ഒരു വേരിയബിൾ നെയിം, പിന്നെ ഒരു അരേ ഫോർമാറ്റ് അല്ലേ? അതുപോലെ ഫംഗ്ഷനും എന്തുണ്ടാവും? അതിൻ്റേതായിട്ടുള്ള ഒരു സിൻറ്റാക്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സിൻറ്റാക്സ് എന്ന് പറയുന്നത് ആ ഒരു കീവേഡ് ഉണ്ടാവും. നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിനെന്തുണ്ടാവും? ഒരു കീവേഡ് ഉണ്ടാവും. ആ ഒരു കീവേഡ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ എന്ന് തന്നെയാണ്. അപ്പോൾ ഫംഗ്ഷൻ എന്ന് തന്നെ കൊടുത്തു. അതിനുശേഷം ഫംഗ്ഷൻ ഒരു നെയിം ഉണ്ടായിരിക്കും. എന്തുണ്ടാവും? ഫംഗ്ഷൻ ഒരു നെയിം ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ഒരു പാരന്തിസിസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളൊരു എന്താണ് പറയുന്നത്, ഒരു റൗണ്ട് ബ്രാക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു റൗണ്ട് ബ്രാക്കറ്റ് കൊടുത്തു. അതിനുശേഷം തീർന്നിട്ടില്ല, നമ്മുടെ ആ ഒരു സിൻറ്റാക്സ് തീർന്നിട്ടില്ല. അതിനുശേഷം നമ്മളൊരു കർലി ബ്രാക്കറ്റ് കൂടി ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് കീവേഡാണ്. അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് കൊടുക്കുക, ഒരു ഫംഗ്ഷൻ്റെ നെയിം കൊടുക്കുക. അപ്പോൾ നമ്മൾ വേരിയബിളിന് ഒരു പേര് കൊടുത്തില്ലേ, ഇനി നമ്മൾ അരേ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു പേര് കൊടുത്തില്ല, അതുപോലെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിനോട് പറഞ്ഞു കൊടുക്കണം എന്ത് ഫംഗ്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളത്. അതിനുശേഷം നമ്മളൊരു പാരന്തിസിസ് കൊടുക്കുക, അതിനുശേഷം നമ്മളൊരു കർലി ബ്രാക്കറ്റ് കൂടി കൊടുക്കുക. അപ്പോൾ ഇതാണ് എന്ത് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയെങ്കിലും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ സിൻറ്റാക്സ് കണ്ടു. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ നമുക്ക് ഈ ഒരു സിൻറ്റാക്സിലേക്ക് കൊണ്ടുവരാം എന്നാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വേണം? നമ്മൾ ആദ്യം ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഇതിനെ ഒരു ഫംഗ്ഷൻ അകത്തേക്ക് നമ്മൾ വിളിക്കണം. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ എന്ന് വിളിക്കുമ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡ് കൊടുത്തു അല്ലേ? ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഫംഗ്ഷൻ ഒരു പേര് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ മേക്ക് എ ടി എന്നും പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുമ്പോഴും നിങ്ങൾ സെക്കൻഡ് വേർഡിൻ്റെ ആദ്യത്തെ അക്ഷരം നിങ്ങൾ ക്യാപിറ്റൽ കേസിൽ കൊടുക്കുക, അല്ലാതെ അണ്ടർസ്കോറോ അല്ലെങ്കിൽ ഹൈഫണോ ഒന്നും കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ പേര് കൊടുത്തു, ഫംഗ്ഷൻ്റെ പേര് കൊടുത്തു. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ ഒരു പാരന്തിസിസ് കൊടുത്തു. അതിനുശേഷം നമ്മളൊരു കർലി ബ്രാക്കറ്റ് കൊടുത്തു. ഇവിടെ കർലി ബ്രാക്കറ്റ് കൊടുക്കുമ്പം ഈ കർലി ബ്രാക്കറ്റിനകത്താണ് നമ്മുടെ സ്റ്റെപ്സ് എഴുതി കൊടുക്കേണ്ടത്. എന്താണ്? ഈ കർലി ബ്രാക്കറ്റിൻ്റെ അകത്താണ് നമ്മൾ സ്റ്റെപ്സ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റെപ്സ് അറിയാം, ഒരു ചായ ഉണ്ടാക്കാനുള്ള സ്റ്റെപ്സ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കർലി ബ്രാക്കറ്റ് എവിടെയാണ് ക്ലോസ് ചെയ്യേണ്ടത്? ഈ ഒരു സ്റ്റെപ്സ് കഴിഞ്ഞതിന് ശേഷം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്തു? ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഫംഗ്ഷൻ്റെ പേരെന്ന് പറയുന്നത്, നമുക്കിതിൻ്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്തു? ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ എഴുതി കൊടുത്തു, പക്ഷേ ആ ഫംഗ്ഷനെ നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ ആവശ്യപ്രകാരം വിളിച്ചാൽ മാത്രമേ ഈ ഒരു ഫംഗ്ഷനകത്തുള്ള കോഡ് വർക്കാവുള്ളൂ. ഇപ്പം നമ്മുടെ അമ്മയുടെ ആവശ്യം എന്താണ്? ഒരു ചായ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പം ഇനിയിപ്പോൾ അമ്മയ്ക്ക് അടുക്കളയിൽ വന്നിട്ട് എപ്പോഴും ചായ ഉണ്ടാക്കാനായിട്ട് ഈ സ്റ്റെപ്സ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മളൊരു ഫംഗ്ഷനകത്ത് നമ്മൾ എഴുതി കൊടുത്തു, എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി കൊടുത്തു. ഇനിയിപ്പോൾ അമ്മ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ആളുകൾ വരുന്നതിനനുസരിച്ച് അമ്മ ഈ ഒരു ഫംഗ്ഷനെ വിളിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അതെങ്ങനെയാണ് വിളിച്ചു കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്. നമ്മൾ വന്നിട്ട് ആ ഒരു ഫംഗ്ഷനെ ഇതുപോലെ അങ്ങ് വിളിച്ചു കൊടുക്കുക, മേക്ക് എ ടി. ഇങ്ങനൊരു ഫംഗ്ഷൻ വിളിച്ചു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ചായ അവിടെ റെഡിയാവും. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് നോക്കുമ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ കണ്ടു,
അല്ലേ? അതിനുശേഷം ജാവാസ്ക്രിപ്റ്റ് നോക്കുമ്പോൾ മേക്ക് എ ടി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം ജാവാസ്ക്രിപ്റ്റ് ഈ മേക്ക് എ ടി നമ്മുടെ കോഡിലുണ്ടോ എന്ന് നോക്കും. അപ്പം മേക്ക് എ ടി എന്ന് പറയുന്ന കോഡിൽ പോവും. അതിനുശേഷം ഇത്രയും സ്റ്റെപ്സ് വർക്ക് ചെയ്യും, ചായ റെഡിയാക്കി തരും. അപ്പോൾ അമ്മ പോയിരുന്നു, വീണ്ടും ഒരാൾ വരുന്നു, അല്ലെങ്കിൽ കുറച്ച് പേര് വരുന്നു. അപ്പോൾ അമ്മ എന്ത് ചെയ്യണം? വീണ്ടും ഈ മേക്ക് എ ടിയെ വീണ്ടും വിളിച്ചു കൊടുക്കുക. കണ്ടില്ലേ? ഒന്നുകൂടെ വിളിച്ചു കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും ജാവാസ്ക്രിപ്റ്റ് ഈ സ്റ്റെപ്പിൽ പോയതിന് ശേഷം വീണ്ടും ഇതിനെ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷനെ നമ്മുടെ ആവശ്യപ്രകാരം നമുക്ക് വിളിച്ചു കൊടുക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഇതിലേക്കൊന്ന് വരാം, നമ്മുടെ ഡെഫിനിഷനിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ഈസ് എ ബ്ലോക്ക് ഓഫ് കോഡ് എന്താണെന്ന് മനസ്സിലായി, ഡിസൈൻ ടു പെർഫോം പർട്ടിക്കുലർ ടാസ്ക് എന്താണെന്ന് മനസ്സിലായി. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ്, എ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ഈസ് എക്സിക്യൂട്ടഡ് വെൻ സംതിങ് ഇൻവോക്സ് ഇറ്റ് അല്ലെങ്കിൽ കോൾസ് ഇറ്റ്. കോൾസ് ഇറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫംഗ്ഷനെ നമ്മൾ വിളിച്ചു കൊടുക്കണം. അത് ഇൻവോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ആ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ വിളിച്ചു കൊടുത്തത്? കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിനെ വിളിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് കോഡ് എത്ര തവണ വർക്ക് ചെയ്യും? ഇപ്പോൾ ഒരു 50 തവണ വരികയാണെങ്കിൽ അമ്മയ്ക്ക് വീണ്ടും എന്ത് ചെയ്താൽ മതി? ഇതിനെ വീണ്ടും 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 വിളിച്ചു കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിലെ ഫംഗ്ഷൻ എഴുതുന്നതും ഫംഗ്ഷൻ വിളിക്കുന്നതും. മനസ്സിലായോ? ഓക്കെ. ഇനി ജാവാസ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഓൾറെഡി ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫംഗ്ഷൻ പഠിച്ചു. അതെങ്ങനെയാണ് വിളിക്കേണ്ടതെന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. സംശയമുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിപ്പം ഈ ഫോറും ഫോർ ഈച്ച് എന്നും പറഞ്ഞ് പഠിച്ചില്ലേ? അത് ആക്ച്വലി ഒരു ഫംഗ്ഷനാണ്. അതായത് ജാവാസ്ക്രിപ്റ്റിൻ്റെ സ്വന്തം ഫംഗ്ഷനാണ്. ജാവാസ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്തവർ നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന ഫംഗ്ഷനാണ് എന്ത്? ഈ ഫോറും ഫോർ ഈച്ചും എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു കാര്യം പഠിച്ചില്ലായിരുന്നോ? ഡോക്യുമെൻറ്റ് ഡോട്ട്, നമ്മളെന്തായിരുന്നു പഠിച്ചത്? ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വയറി സെലക്ടർ എന്ന് പറയുന്ന ഒരു സാധനം പഠിച്ചില്ലേ? ക്വയറി സെലക്ടർ എന്ന് പറഞ്ഞ് പഠിച്ചില്ല. അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വയറി സെലക്ടർ ഓൾ പഠിച്ചില്ല. അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി പഠിച്ചില്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ അവസാനം എന്തുണ്ട്? ഒരു പാരന്തിസിസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ സെയിം തന്നെ അല്ലേ ഇപ്പോൾ ഫോർ ഈച്ച് എന്ന് പറയുന്നതും ഈ മേക്ക് എ ടി എന്ന് പറയുന്നത് തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത് നമ്മൾ എഴുതി കൊടുത്ത ഒരു ഫംഗ്ഷനാണ്, നമ്മൾ അതിനെ വിളിച്ചു കൊടുത്തു. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഫോറും ഫോർ ഈച്ചും ക്വയറി സെലക്ടർ ഓളും എല്ലാം ഇൻബിൽറ്റ് ഫംഗ്ഷനാണ്. അതായത് ജാവാസ്ക്രിപ്റ്റ് കണ്ടുപിടിച്ചവർ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുത്ത ഫംഗ്ഷനാണ്. പക്ഷേ അതിൻ്റെ ഈ ബോഡി എന്ന് പറയുന്നത്, ഇപ്പോൾ ഫംഗ്ഷൻ്റെ ബോഡി എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ്, അത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും, അവർ ക്വയറി സെലക്ടർ ഓൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തത് കാരണം നമുക്ക് എത്ര തവണ വേണമെങ്കിലും നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വയറി സെലക്ടർ ഓൾ എന്ന് പറഞ്ഞ് വിളിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് 50 അരയുണ്ടെങ്കിൽ നമുക്ക് 50 അരയിലും ഫോർ എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചു കൊടുക്കാം, ഫോർ ഈച്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചു കൊടുക്കാം. അപ്പോൾ റിപ്പീറ്റായിട്ട് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന സാധനം പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് വിളിച്ചു കൊടുക്കാൻ മാത്രമേ അറിയുള്ളായിരുന്നു. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. മനസ്സിലായോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റ് കാര്യങ്ങളുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ? ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് വളരെയധികം കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു അരയ്ക്കകത്ത് നമുക്ക് കുറച്ച് പാരാമീറ്ററൊക്കെ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സെയിം ഫംഗ്ഷൻ വെച്ച് തന്നെ നമ്മളിപ്പോൾ ചായ അല്ലേ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പം ചില ആളുകൾ വരുന്നിട്ട് പറയും അവർക്ക് ചായ വേണ്ട, കോഫിയാണ് വേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ എന്താക്കി മാറ്റാം? കുറച്ചുകൂടി ഡൈനാമിക് ആക്കി മാറ്റാം. അതായത് ചായ ഉണ്ടാക്കാനാണെങ്കിലും കോഫി ഉണ്ടാക്കാനാണെങ്കിലും സ്റ്റെപ്സ് എല്ലാം ഒന്ന് തന്നെയാണ്, ഒരൊറ്റ സ്റ്റെപ്പ് മാത്രമേ വരുന്നുള്ളൂ. അതായത് ഏത് സ്റ്റെപ്പാണ്? ഈ ടീ പൗഡറിന് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കണം? കോഫി പൗഡർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സെയിം ഫംഗ്ഷനെ നമുക്ക് കുറച്ചുകൂടി ഡൈനാമിക് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അമ്മയ്ക്ക് വളരെ എളുപ്പമാണ്. ഈ മേക്ക് ടീ എന്ന് പറയുന്നതിന് പകരം മേക്ക് കോഫി എന്ന് പറഞ്ഞ് വിളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ. ഞാൻ കുറേ ഹോംവർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.